ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എൻസോ ടോക്കീസ്. രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ഇൻസ്റ്റാഗ്രാം ഡാൻസേഴ്സിനാണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം. ചെസ് നമ്പർ 1. ഇതേതാണ് പുതിയൊരു നടൻ, പുതിയൊരു ഡാൻസർ വന്നിട്ടുണ്ടല്ലോ. എന്താ കുണ്ടി ഡാൻസോ? ഏതാണ്ട് മറ്റേ മേലുവേന വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ന് എക്സസൈസ് ചെയ്യണ പോലെ ഉണ്ടല്ല. വേറെ സ്റ്റെപ്പ് ഒന്നും ഇല്ലേ? പോരട്ടെ, അടുത്ത സ്റ്റെപ്പ് പോരട്ടെ. ഇല്ല, ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ സ്റ്റെപ്പ് ഒന്നുമില്ല. നമുക്ക് അടുത്ത ആള് നോക്കാം. പോരെ ഡാൻസർ. നെക്സ്റ്റ് ഡാൻസർ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം അനദർ ചെസ്റ്റർ നമ്പർ. നമ്മളിപ്പോ ഒരു കൂട്ടം ആൾക്കാർ നിന്ന് ഡാൻസ് കളിക്കുമ്പോഴേ നമുക്ക് പുള്ളിനെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ ഒരു സ്റ്റെപ്പ് പുള്ളിക്ക് മാത്രമേ ഉള്ളൂ, പുള്ളിക്കാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്ക് ഭയങ്കര എനർജി ആട്ടോ. ആ സ്പീഡ് കളിക്കുന്നത് സ്പീഡൊക്കെ നോക്കി, എന്ത് എനർജി. ഇതിന്റെ കമന്റ്സ് നിങ്ങൾക്ക് കാണും, ഇതിന്റെ കമന്റ്സ് ആണ് കാണുന്നത്. പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ഒരാള് എന്താ പാകിസ്ഥാൻ റോക്കറ്റ് പോലെ ദിശയില്ലാതെ പോകുന്നത്. വലിയ ഷേപ്പിലെ പന്നിപ്പടക്കം മൂട്ടി വെച്ച് പൊട്ടിക്കണം. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം ഗൈസ്. ഒന്ന് മണപ്പിച്ചു നോക്കണം, മണപ്പിച്ചു നോക്കണം. അല്ല ഡാൻസാ. ചക്കൊക്കെ, പഴുത്ത ചക്കയിലൊക്കെ ഈ ചെറിയ കുഞ്ഞി പുഴുക്കൾ ഉണ്ടാവും. അതിങ്ങള് മറ്റേ ഇങ്ങനെ ഉള്ളതായിരിക്കും. ഇതിങ്ങനെ സെയിം അതുപോലെ ഉണ്ട്. ഡാൻസ് ആയിക്കോട്ടെ. ഫസ്റ്റ് എന്തൊക്കെ മണപ്പിച്ച് നോക്കുന്നുണ്ട്. അതുപോലെ ഉണ്ട്. കൊള്ളാം. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. നെക്സ്റ്റ് ആരാണ്? സാരിയാണ് അവിടെ കുടുങ്ങിയിരിക്കണേ. നല്ല ഇതിക്ക് ട്രൈ ചെയ്തിട്ടോ അവര് ഇപ്പോഴും നല്ല കപ്പിൾസ് ഒക്കെ ആയിട്ട് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതാണ് ഇതിനെ കുറിച്ച്? അല്ലെ, ആ ഏജിലും നല്ല രീതിക്ക് ട്രൈ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേതെ അപ്പൂപ്പൻ മനുഷ്യത്രത്താൻ്റെ അല്ലത്. പുള്ളി എന്തെന്നോ ഓപ്പണയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ സൂംബ ഡാൻസ് ആണല്ലോ പുള്ളി ഉദ്ദേശിക്കുന്നത്. ഈ പാട്ട് രാവിലെ തന്നെ എനിക്ക് എക്സസൈസ് തന്നെയാണോ? അല്ലല്ല, സ്റ്റെപ്പുണ്ട്. വേറെ ഉമ്മ വയ്ക്കണ. സ്റ്റെപ്പ് പോലട്ടെ. ഇതിപ്പോ ഞാൻ എക്സസൈസ് ചെയ്യണ സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് തന്നെ എക്സസൈസ് ചെയ്യണമെന്ന് തോന്നുന്നു. പറക്കാൻ നോക്കണേ, പറക്കുന്ന സ്റ്റെപ്പ് അത്. മറ്റേ അടുക്കളയിലൊക്കെ ചില എലീനെ കാണൂലേ, എലീനെ പോലെ അത് കണ്ട മീൻ കടിച്ചു ഓടണ പോലത്തെ എക്സ്പ്രഷൻ. ഈ പൂച്ചൊക്കെ മറ്റേ മീൻ പിടിച്ച ഇങ്ങനെ പിടിച്ചോണ്ട് പോകൂലേ, അതൊരു എക്സ്പ്രഷൻ ഒക്കെ അതിന്റെ ഇടയിൽ കൂടെ. കൊറേ അപ്പാപ്പന്മാര് ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പാപ്പന്മാരാണ് പൊളി. നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കടക്കെ ഇടയ്ക്കിടയ്ക്ക്. സാധനം കുറെ ക്രിഞ്ച് സാധനങ്ങളും കുറെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ പറയാൻ പറ്റില്ലാടാ. ഇപ്പൊ നമ്മളിങ്ങനെ ഓടിയെടുക്കാൻ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞ് ഏജ് ആവുമ്പോ ഇതുപോലും ഉണ്ടാവൂല. ഇനി നമുക്ക് നെക്സ്റ്റ് ആളിലേക്ക് നോക്കാം. പാർക്കിലും മൈക്കിൾ ജാക്സൺ.
എടാ വീഴോ? വീഴല്ലേ? മൂന്ന് വാക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കുഴപ്പമില്ല. മൂന്ന് വാക്കിന് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കി സ്റ്റെപ്പ് ഒന്നും വരുന്നില്ല. പുള്ളിക്ക് മനസ്സിൽ ഡാൻസ് കളിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ വരുന്നില്ല കേട്ടോ. ഓ ഇത് 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 നൈസ് ഡാൻസർ ആണോ? ഇവിടെ കൂട്ടത്തില് കുറച്ചുകൂടി ബെറ്റർ ആവാൻ ഈ പുള്ളിയായിരുന്നു ഉണ്ടാവുക. ഏതാ സ്റ്റെപ്പുകളല്ലേ ഇതുപോലെ ഇത് നേരത്തെ കണ്ട അപ്പൂപ്പര ഇതൊന്നും കണ്ടുപടി. ഇതൊക്കെ കാണും, ഇതൊക്കെയാണ് ഡാൻസ്. ആ ഏതാ മൂവ്മെന്റ്സ് പോലെ. പുള്ളി ജനിച്ച സ്ഥലം മാറിപ്പോയി, അതാ പറ്റിയത്. ഇത് നമ്മുടെ ശിവമയം ചക്കരാണ് കാണിച്ചു കൊടുക്കണ്ടേ. ശിവതാണ്ഡവം ഇത് ബെല്ലി ഡാൻസ് പോലെ ഉണ്ടല്ലോ. എങ്ങനെ ഇരിക്കണ റോഡിന്റെ നടുക്ക് കിടന്നിട്ട് ഡാൻസ് കളിക്കുന്നത് നന്നാവും. വൈകാണ്ടന്റെ കാലം വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണ്, ഇതിന് വേണ്ടിട്ട്. വേറെ പണിയൊന്നും ഇല്ലാണ്ടാണോ റോഡിന് നടുക്ക് കിടന്നത്? വേറെ എന്തോ ഒരു സ്ഥലമുണ്ട്. കോഴി ഡാൻസ് ആണ്, കോഴി ഡാൻസ്. റോഡിന് നടുക്ക് കിടന്നിട്ട് കോഴി ഡാൻസ്. മിക്കാറും പപ്പും കൂടെ ഒക്കെ തെറിക്കും. ഏതെങ്കിലും മര്യാദക്ക് തന്നെ ബൈക്കുകാരൻ ചുമ്മാ ഇയാൾ കാരണം ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റം ബൈക്കുകാരനും. പറയണ്ട. വില KTM ഒക്കെ ആണെങ്കിൽ തീർന്ന് പറയണ്ട.